ഇന്നാണ് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ യാതൊരു മൂടും ഇല്ല. പിന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്തേലും വരച്ചാലോ എന്ന് മനസ്സിലിങ്ങനെ വന്നത്. ഈ വരച്ചാലോ എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് വരയ്ക്കാൻ വലിയ കഴിവൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ വരയും പൊക്കി പിടിച്ച് വന്നത് എന്ന് വിചാരിച്ചാൽ വേറൊന്നുമല്ല, ഇന്നൊരു സെന്റാങ്കിൾ ആർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതാകുമ്പം വരയ്ക്ക് വരയുമായി, വീഡിയോയ്ക്ക് വീഡിയോയുമായി, മനസ്സിനൊരു റിലാക്സേഷനുമായി. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എന്താ അറിയാവോ, ഈ ആർട്ടിന് പറയുന്നത് ഡൂഡിൽ ആർട്ട് എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പിന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഡൂഡിൽ ആർട്ടും സെന്റാങ്കിൾ ആർട്ട് രണ്ടാന്നുള്ള കാര്യം. ഞാൻ ഇതിനെപ്പറ്റി അറിയുന്ന എപ്പോഴാണ് അറിയാവോ, നമ്മുടെ കൊറോണ ടൈമിലെ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ആർട്ടിനെ പറ്റി കാണുന്നത് അറിയുന്നതും. അന്ന് ആ സമയത്ത് കുത്തിയിരിപ്പിന് 2-3 വരച്ച് തീർത്തിട്ടുണ്ട്. അന്ന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഹോബി. പിന്നെ അതിനുശേഷം ഞാൻ ഇന്നാണ് ഈ സാധനം പിന്നെ എടുത്തുകൊണ്ട് വരുന്നത്. നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലുണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിരിക്കും. നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര മനസ്സങ്ങ് ഭയങ്കര റിലാക്സ് ആയിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്ന് കൂട്ടാനും ഈ ഒരു ആർട്ട് നല്ലതാണ്. നമ്മൾ ഓരോ വരെ ഇങ്ങനെ വരയ്ക്കുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്നായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ആൻഡ് ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനും ഇത് നല്ലതാണ്. അപ്പോൾ എന്റെ ഇന്നത്തെ ആർട്ട് ഇവിടെ കഴിഞ്ഞു. ആർട്ടല്ല, നമ്മുടെ സെന്റാങ്കിൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് തരണേ.